പലർക്കും നമ്മൾ അത്ഭുതമായിട്ട് കാണുന്ന കാര്യങ്ങൾ, വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത്രത്തോളം സംഭവിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് പറ്റിയൊരു കാര്യമാണ്. കാരണം 1 മില്യൺ കിട്ടിയ വ്യൂസിന് എത്രയാണെന്നറിയോ? യഥാർത്ഥത്തിൽ എത്ര വ്യൂസാണ് ഉള്ളതെന്നറിയോ? നോക്കിയപ്പോൾ കണ്ണ് തള്ളിപ്പോയി. അപ്പോൾ 1000 വ്യൂസിനൊക്കെ യഥാർത്ഥത്തിൽ എത്രയാണുള്ളത് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മളിടുന്ന വീഡിയോസ് ഷോർട്സ് ആണെങ്കിൽ പോലും ഷോർട്സിന് ഇപ്പോൾ 1000 വ്യൂസ് കിട്ടിയിട്ടുണ്ടാവും. ശരിക്കും ആ വ്യൂസ് എത്രയാണെന്ന് അറിയും? 1000 ആളുകൾ ആ വീഡിയോ കൊണ്ട് കണ്ടില്ല. അതാണ്. അപ്പം ഇത് ഞാൻ കണ്ടുപിടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ, കോമഡി ആയിപ്പോയി. കാരണം 1 മില്യൺ കിട്ടിയ വ്യൂസ് ഉള്ള വീഡിയോസിന് യഥാർത്ഥത്തിലുള്ള വ്യൂസ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളത് തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ റെക്കോർഡായിട്ട് വെച്ച് തരാം. യഥാർത്ഥത്തിൽ നിങ്ങളുടെ വീഡിയോസിന് എത്ര വ്യൂസ് ഉണ്ട് എന്ന് ഞാനിവിടെ കാണിച്ചു തരാം. ഇത് പറയുന്നതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. സത്യം നിങ്ങൾ മനസ്സിലാക്കണം, അതിന് വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും നല്ല ഒരു 1000 വ്യൂസ് കിട്ടുന്ന സമയത്ത് നല്ല ഉഷാറായിരിക്കും, നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ? പക്ഷേ യൂട്യൂബ് യഥാർത്ഥത്തിൽ നമ്മുടെ വ്യൂസ് എത്ര ആണെന്ന് നമുക്കിവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അത് ഞാനിവിടെ കാണിച്ചു തരാം. അതേപോലെ നിങ്ങളുടെ കറക്റ്റ് ഗ്രോത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റുമല്ലോ. അതും ഈ ഒരു കാര്യത്തിൽ ഉപകാരപ്പെടുന്നതാണ്. കറക്റ്റ് നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കെന്താ, ഇനി നേരെ സ്ക്രീൻ റെക്കോർഡിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യും. ഒരു യൂട്യൂബുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു ആപ്പ് ഉണ്ടാവും. അങ്ങനെ ഈ ഒരു ആപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ഓൺ ചെയ്യുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഗ്രോത്തും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഷോർട്സിൽ പോവാം, ഇല്ലെങ്കിൽ ലോങ്ങിൽ പോവാം, നോ പ്രോബ്ലം. ഇപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, ഷോർട്സിലായിട്ട് പോയി ഷോർട്സിൽ എൻ്റെ 1 മില്യൺ കിട്ടിയൊരു വീഡിയോ ഷോർട്സ് ഞാൻ എടുക്കുകയാണ്. ശ്രദ്ധിച്ച് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇതാ 1 മില്യൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ വീഡിയോ ഞാൻ എടുക്കും. ഇതാ ഇവിടെ വ്യൂസ് കണ്ടോ, 1 മില്യൺ ഉണ്ട്. ഈ വീഡിയോ 1 മില്യൺ അടിച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ യഥാർത്ഥ 10K അടുത്ത് ലൈക്കും കിട്ടിയ വീഡിയോ ആണ്. ഇവിടെ 1 മില്യൺ വ്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1K സബ്സ്ക്രൈബിന്റെ മുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോയിൽ നിന്ന്. അത് ഒരു നല്ലൊരു ഉപകാരമാണ്. കാരണം നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ്. 1 മില്യണൊക്കെ അടിക്കുന്ന സമയത്ത് 1000 വ്യൂസ് കിട്ടുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യഥാർത്ഥ വ്യൂസിലോട്ട് പോവാം. ഇവിടെ നിങ്ങൾ ഇതാ കാണാൻ പറ്റും, സ്ക്രീനിലോട്ട് ശ്രദ്ധിച്ച് നോക്കിക്കോ. എൻഗേജ്ഡ് എന്ന് പറയുന്ന ഇതിലോട്ട് പോകും. ഇവിടെ 1 മില്യൺ ഉള്ളത് നമുക്ക് വെറും കാണാൻ പറ്റും. 5 ലക്ഷം ആളുകൾ, ഏകദേശം ഒരു 5 ലക്ഷം ആളുകളാണ് കണ്ടത്. കറക്റ്റ് പറയുകയാണ് 5,16,000 ആളുകളാണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ളത്. 1 മില്യൺ ഉള്ള സ്ഥലത്ത് കിട്ടും 5,16,000 ആളുകളാണ് കണ്ടിട്ടുള്ളത്. അതാണ് ഇതിന്റെ യഥാർത്ഥം. ഇവിടുത്തെ ആളുകൾ 60% നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുള്ളൂ. ബാക്കി വരുന്ന 39% ആളുകൾ എന്താ ചെയ്തത്, അവർക്ക് തോന്നിയ സമയത്ത് അവർ സ്കിപ്പ് അടിച്ചു പോയി. നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഫുള്ള് കാണാനൊന്നും താല്പര്യമില്ല. അങ്ങനെ അവർ സ്കിപ്പ് അടിച്ചു പോയി. 39% ആളുകൾ സ്കിപ്പ് അടിച്ചു പോയി. ഓക്കെ, ഇനി ഞാൻ അത്രയും വ്യൂസ് ഉള്ളത് പറയുന്നില്ല, കുറച്ച് വ്യൂസ് കുറഞ്ഞത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. വ്യൂസ് കുറഞ്ഞത് നോക്കട്ടെ, വെയിറ്റ് ചെയ്തിട്ടോ. ഏകദേശം നമ്മുടെ പുതിയ ചാനലുകളൊക്കെ ആണെങ്കിൽ വ്യൂസ് 1 മില്യൺ ഒന്നും കുറച്ചുണ്ടാവില്ല. ഒരു 1000 വ്യൂസിന്റെ ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇന്നലെ ഇട്ട വീഡിയോസ് നോക്കാം. ആകെ 600 പേരോ കണ്ടുള്ളൂ. ഇന്നലെ ഇട്ടതാണ്. 24 മണിക്കൂർ ആയിട്ടില്ല. 21 മണിക്കൂറിനുള്ളിൽ ഈ വ്യൂസ് കണ്ടോ, 10 താഴെ എത്തിപ്പോയി. കാരണം വ്യൂസ് ഇല്ല, താഴെ എത്തിപ്പോയി. ഈ വീഡിയോ റീച്ച് ആവില്ല. ഓക്കെ, ഇത് 617 ആളുകളാണ് ഈ വീഡിയോ കണ്ടതായിട്ട് യൂട്യൂബ്
പറയുന്നത് എന്ന് വെച്ചാൽ ഷോ കാണിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥം നിങ്ങൾ കണ്ടു നോക്കുക സുഹൃത്തുക്കളെ. 349 പേരാണ് ഈ വീഡിയോ കണ്ടത്. ഓക്കെ, 43% ആളുകൾ സ്കിപ്പ് അടിച്ചു പോയതാണ്. 59 പേരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വീഡിയോ കണ്ടത്. എന്ന് വെച്ചാൽ 617 ഉള്ള വ്യൂസ്, 617 പേര് കണ്ട വ്യൂസ് നമ്മൾ നോക്കിയപ്പോൾ 349 വ്യൂസുകളാണ് ഉള്ളത്. അപ്പം ഇതാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇതാണ് കാര്യങ്ങൾ, ഇതാണ് സത്യാവസ്ഥയായ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. വൈറ്റ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളിടുന്ന വീഡിയോസ് എത്ര സബ്സ്ക്രൈബ് കയറി, എത്ര ആളുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതൊരു നിരാശപ്പെടണ്ട, കാരണം അതാണ് സത്യാവസ്ഥ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഞാനും നല്ല വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കും. എൻ്റെ വേറൊരു അക്കൗണ്ടാണ് കേട്ടോ അത്. അപ്പം ഡെയിലി നമ്മൾ വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരെ ടാറ്റാ.